ഒരു പേപ്പട്ടി മുമ്പിൽ വന്നിട്ട് ചാടാണ്, കുരയ്ക്കാണ്, നമ്മളെ കടിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ നല്ല ധൈര്യമുണ്ട്, അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ധൈര്യമുള്ള ആൾക്കാർ ആ പേപ്പട്ടീനെ കീഴ്പ്പെടുത്തോ സ്വന്തം ജീവൻ കളഞ്ഞിട്ടായാലും ബാക്കിയുള്ളവരെ രക്ഷിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ധൈര്യം തന്നെയാണ്. അതുപോലെ ഈ പേപ്പട്ടി തന്നെ ഒരു കുഞ്ഞിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ കുട്ടിയും ഭയപ്പെടില്ല. ആ കുട്ടി എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് ഈ പ്രശ്നങ്ങളൊന്നും അറിയില്ല. ഈ പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിക്കും, എനിക്ക് വേദനിക്കും എന്നറിയാത്തതുകൊണ്ടാണ് ആ കുട്ടി ഭയമില്ലാണ്ട് നിൽക്കുന്നത്. ഇങ്ങനെ 2 സിറ്റുവേഷൻ ഉണ്ട്. എന്തൊക്കെ തന്നെയായാലും നമ്മൾക്ക് മരിക്കാൻ ഭയമില്ല. മറ്റുള്ളവരാണ് നമ്മളുടെ ജീവനേക്കാളും വലുത്. മറ്റുള്ളവരുടെ ജീവന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരാളെ സ്നേഹിച്ചിട്ട് അവർ നമ്മളെ പറ്റിച്ചു, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ചിട്ട് അവർ നമ്മളെ തിരിച്ച് സഹായിച്ചില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലേക്കൂടെയൊക്കെ എല്ലാവരും കടന്നു പോകും. ഇതൊക്കെ മറന്നിട്ട് നമ്മൾക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ധൈര്യത്തിൻ്റെ ലക്ഷണമാണ്. ഇനി ആ സ്റ്റേജിൽ കൂടെ പോകാനായിട്ടൊക്കെ കുറച്ച് കുറച്ച് കുശുമ്പും കുനിട്ടൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ നിങ്ങളുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, ഇത് എൻ്റെ സ്വന്തം കാര്യം ഞാൻ പറയുന്നതാണ് കേട്ടോ. ഇനി ധൈര്യം ഇല്ലാത്തവർക്കൊക്കെ ഒരു സെൻറ്റൻസ് ഉണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യം കിട്ടിക്കോളൂ. യേശയ്യായുടെ പുസ്തകത്തിൽ 35-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ സെൻറ്റൻസ്, ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവാൻ ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവാൻ. കൊടുങ്കാറ്റിൽപ്പെട്ട ശിഷ്യന്മാർ യേശുവിനെ വിളിക്കുമ്പോൾ യേശു പറയുന്നില്ലേ ഭയപ്പെടേണ്ടെന്ന്. അതുപോലെ മരിച്ചതിന് ശേഷം ഉയർത്ത് എഴുന്നേറ്റ് ഈശോ ഭയപ്പെടേണ്ടെന്ന് പല പ്രാവശ്യം പറയുന്നുണ്ട്. കുഞ്ഞു കാര്യത്തിന് എന്നെ പോലെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ സെൻറ്റൻസ് ഒന്ന് മനസ്സിലോർത്ത് വെച്ചാൽ മതി. നമ്മളുടെ ഭയമൊക്കെ പോകാൻ ഇത് മതി. താങ്ക് യു.